നമസ്കാരം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ആപ്പിൾ പേ ഇന്ത്യയിൽ വരാനുള്ള ചർച്ചകൾ വേഗത്തിൽ നടക്കുന്നതായി റിപ്പോർട്ടുകൾ. ആപ്പിൾ ഇന്ത്യയിൽ ആപ്പിൾ പേ ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. പ്രധാന ഇന്ത്യൻ ബാങ്കുകളായ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവയുമായി കമ്പനി ചർച്ചകൾ നടത്തുന്നു. ഗ്ലോബൽ കാർഡ് നെറ്റ്വർക്കുകളായി വിസ, മാസ്റ്റർ കാർഡ് എന്നിവയുമായും കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ലക്ഷ്യം അടുത്ത സാമ്പത്തിക വർഷത്തിൽ തന്നെ ആപ്പിൾ പേ ഇന്ത്യയിൽ ആരംഭിക്കുക. അതായത് ഈ ഏപ്രിൽ മുതൽ പ്രവർത്തനം ആരംഭിച്ചേക്കാം. ഇന്ത്യയിലെ വളരുന്ന ഡിജിറ്റൽ പേയ്മെന്റ് മാർക്കറ്റ് UPI ഡോമിനന്റ് ലക്ഷ്യമിട്ടാണ് ആപ്പിൾ നീക്കം. ആപ്പിൾ പേ UPIയും കാർഡ് ബേസ്ഡ് പേയ്മെന്റുകളും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോൾസ് റോയ്സ് ഹോൾഡിംഗ്സ് 2025 ഫുൾ ഇയർ റിസൾട്ടുകളോടൊപ്പം മൾട്ടി ഇയർ ഷെയർ ബൈബാക്ക് പ്രോഗ്രാം പ്രഖ്യാപിച്ചു. 2026-28 കാലയളവിൽ 7 മുതൽ 9 വരെ ബില്യൺ പൗണ്ട് ആയിരിക്കുമിത്. ഇതിൽ 2026 തന്നെ 2.5 ബില്യൺ പൗണ്ട് ബൈബാക്ക് ചെയ്യും. 2025 അണ്ടർലയിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 40% ഉയർന്നു. വിമാന എഞ്ചിനുകളിലെ ഡിമാൻഡും ഡാറ്റാ സെന്റർ പവർ സിസ്റ്റങ്ങളുമായിരുന്നു പ്രധാന കാരണം. യൂറോപ്യൻ മാർക്കറ്റുകൾ റെക്കോർഡ് ഉയരത്തിൽ. ട്രംപ് ടാരിഫ് ഭയം കുറയുന്നു. യൂറോപ്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ റെക്കോർഡ് ഉയരങ്ങളിലെത്തി. US ടാരിഫ് ഭയങ്ങൾ ലഘൂകരിക്കപ്പെട്ടതോടെയാണ് ഈ മാറ്റം. എന്നാൽ US-യൂറോപ്പ് ട്രേഡ് തർക്കങ്ങൾ തുടരുന്നു. EU കമ്മീഷൻ ടാരിഫുകൾക്കെതിരെ നിലപാട് ശക്തമാക്കി. ECB ഇൻഫ്ലേഷൻ 1.7% കുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ടാരിഫുകൾ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം ചേർത്തു പറയേണ്ടതാണ്. ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് സാധ്യതയേറുന്നു. US-ഇറാൻ ആണവ ചർച്ചകൾ ജനീവയിൽ നടക്കുന്നു. ഇതിനിടെ സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അറബ് രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥ 2026 3.7% വളർച്ച പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ സെൻസെക്സ് നിഫ്റ്റി ഫ്ലാറ്റ്. IT ഡിഫൻസ് ഓഹരികൾ ഉയർന്നു. ഇന്ത്യൻ ഓഹരി. ഇന്ത്യൻ മാർക്കറ്റ് ചഞ്ചലമായി. സെൻസെക്സ് ചെറിയ ഇടിവോടെ അവസാനിച്ചു. നിഫ്റ്റി 25,450 നിലനിർത്തി. IT ഓഹരികൾ തിരിച്ചുവരവ് കാഴ്ചവെച്ചു. ഡിഫൻസ് സ്റ്റോക്കുകൾ BEL, HAL 5% വരെ ഉയർന്നു. വേഗത്തിൽ കൂടുതൽ അപ്ഡേറ്റുകളുമായി ബുക്കർമാൻ ബിസിനസ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്ഡേറ്റ് ആകാം. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.